അമിഗോസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷാപ്പിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഷാപ്പിലേക്കുള്ള ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഷാപ്പ്, കുണ്ടോളിക്കടവ് കള്ള് ഷാപ്പ്. ഷാപ്പ് എന്ന് പറഞ്ഞൊരു രക്ഷയില്ല കേട്ടോ. അവിടുത്തെ കറികളാണ് മെയിൻ അട്രാക്ഷൻ. പല പല വെറൈറ്റീസാണ് കേട്ടോ. അതും അടിപൊളി കിടുക്കാച്ചി ടേസ്റ്റിലാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ഷാപ്പിൽ പോകാനായിട്ട്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പല പല കുഞ്ഞു കുഞ്ഞു റൂമുകളുണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസിയും ഉണ്ടാവും. ഒരു വലിയ ഹോളുണ്ട് അവിടെ. സാധാരണ കള്ള് ഷാപ്പിൻ്റെ ആ ഒരു ലുക്കൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ എല്ലാ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ നമ്മൾ നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു റൂമിലാണ് ഇരുന്നേച്ചത്. അപ്പോൾ നമ്മൾ കറികൾ മാക്സിമം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 റൂമിലേക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ കറിയും ടേസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ കള്ളൊക്കെ വന്നു. അവർ കള്ളുകൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വേറെ ഫുഡ് കഴിക്കാൻ വേറെ കടയൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ ഷാപ്പിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനം എത്തിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് തലക്കറി, മീനിൻ്റെ തല. അപ്പോൾ നല്ല എരിവായിരുന്നു, പക്ഷേ വമ്പൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും പല ടൈപ്പ് ഫുഡാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കറീൻ്റെ ടേസ്റ്റ് നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ കള്ളുകൂടി അവിടെ നേരത്തെ അപ്പുറത്ത് ചേട്ടന്മാർ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫുഡ് അടിക്കാൻ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് പിള്ളേരെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു, പക്ഷേ രണ്ടുപേരും അത്യാവശ്യം എരിവ് കൂട്ടിക്കോളും. അപ്പോൾ കള്ളൊക്കെ വന്നു. അപ്പുറത്ത് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് അടിൻ്റെ ആൾക്കാർ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ താറാവ്, പോർക്ക്, ബീഫ്, ഞണ്ട്, ചെമ്മീൻ, കൂന്തൽ, ആട്, തലക്കറി, കാട, കല്ലുമ്മക്കായ, മുയൽ, കപ്പ, പിന്നെ ചിക്കൻ, ബീഫ്, പോർക്ക്, അതിൻ്റെ ഡ്രൈ ഫ്രൈ ഉണ്ട്, കൊഴുവ ഉണ്ടായിരുന്നു, കരിമീൻ, പിലോപ്പി, ചപ്പാത്തി, പൊറോട്ട, പത്തിരി, പിന്നെ ബീഫ് കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനെ ലിസ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ കക്കറച്ചിയൊക്കെ അവിടുത്തെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കള്ളും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല കള്ളായിരുന്നു. അപ്പോൾ ഈ വഴിയൊക്കെ പോണവരുണ്ടെങ്കിൽ ഇത് തൃശ്ശൂർ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോണവരുണ്ടെങ്കിൽ കയറുക. ഫാമിലി ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല പ്രൈവസി ഉണ്ട്. വലിയൊരു ഹോളുണ്ട് അവിടെ. ആ ഒരു ഷാപ്പിൻ്റെ ലുക്ക് ഇതൊരു വലിയൊരു ഹോളാണ്. അല്ലാണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ റൂമുകളായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷാപ്പിൽ നിന്നൊക്കെ ഇറങ്ങി അതിൻ്റെ തൊട്ട് താഴെയുള്ള പാടത്തേക്കൊക്കെ പോവാണ്. അവിടെയൊക്കെ നല്ല കാറ്റാണ്. പാടത്തിൻ്റെ സൈഡ് തന്നെ ചെറിയൊരു കനാലും എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ ചെറിയൊരു കനാലൊക്കെ ഉണ്ട്. അപ്പോൾ പാടത്താണെങ്കിലും നെല്ലൊക്കെ നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു നല്ലൊരു ഭംഗിയും നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നായിരുന്നു. പിള്ളേർക്കാണെങ്കിലും കുറേ നേരം കളിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കാണ് അത്യാവശ്യം. കാരണം നമ്മൾ ആ റൂമിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ തന്നെ പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് അടുത്ത ഗ്യാങ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഷാപ്പുകളിൽ പോയിട്ട് ഈ കുണ്ടോളിക്കടവ് കള്ള് ഷാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അവിടുത്തെ തലക്കറി ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ പാടമൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അച്ചാച്ചനും മോനും കൂടെ കുറച്ച് അങ്ങോട്ട് മാറി നല്ല കാറ്റത്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട് അവിടെ. കശുവണ്ടിയും അങ്ങനെ കുറേ നേരം നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കണ്ടു നിന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഷാപ്പിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കള്ളും കുടിക്കാം, ഫുഡും കഴിക്കാം, പ്രകൃതിയും ആസ്വദിക്കാം. അടിപൊളിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ടൈമിങ് രാവിലെ 8 തൊട്ട് രാത്രി 8 മണി വരെയാണെന്നാണ് അവിടെ എഴുതി വെച്ചേക്കണതെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിച്ചില്ലായിരുന്നു. നമ്മൾ ഫുഡ് കണ്ടപ്പോൾ ഫുഡിൻ്റെ പുറകെ ആയിരുന്നല്ലോ. അങ്ങനെ നമ്മൾ കള്ളൊക്കെ കുടിച്ചു തിരിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.